ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആദ്യം എന്റെ അഭിപ്രായമല്ലേ ഏട്ടാ അറിയേണ്ടത്? അമ്മാവനാണോ എന്റെ കല്യാണക്കാര്യം തീരുമാനിക്കേണ്ടത്? അതെ, നമ്മുടെ കുടുംബത്തില് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അമ്മാവൻ തന്നെ. അമ്മാവന്റെ വാക്കുകൾ എനിക്ക് അച്ഛന്റെ വാക്കുകളെക്കാളും മുകളില. അമ്മാവന് എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തിന്? രത്നയ്ക്കൊരു ആലോചന വരുന്നത് നല്ല കാര്യമല്ലേ? അപ്പോ പെണ്ണ് കണ്ട് ഇഷ്ടമായ മുന്നോട്ടേക്ക് പോവാല്ലേ? പോകാം. രത്നയെ പയ്യന് ഇഷ്ടാവും ഗിരിയേട്ടാ. അവള് നല്ല സുന്ദരിക്കുട്ടിയല്ലേ? പെണ്ണ് കാണൽ ചടങ്ങ് എപ്പോഴാണെന്ന് അറിയിക്കാം. എല്ലാരും നേരത്തെ അങ്ങ് എത്തിക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. കല്യാണാലോചനയുടെ കാര്യം പിള്ളേരോട് പറഞ്ഞിട്ടില്ല. ഇനി ചെന്നിട്ട് വേണം പറയാം. ശരി. ഗിരിയുടെ മനസ്സ് നല്ലതാ. അതുകൊണ്ട് പൂവള്ളിയിലേക്ക് വരുന്ന മരുമകനും ഗിരിയെ പോലെ നല്ല പയ്യൻ തന്നെ ആയിരിക്കും. നല്ലവനാണോ കെട്ടവനാണോന്ന് വിധി എഴുതാൻ പറട്ടെ. എനിക്ക് തോന്നുന്ന ഈ ഗൾഫുകാരനെ ഒരു ഭൂലോക കുഴപ്പക്കാരനാണെന്നാ. എന്ന് വെച്ചാ പൂവള്ളിയുടെ ചരിത്രം അങ്ങനെയാണല്ലോ. പെണ്ണിന്റെ തള്ളയാണെങ്കിൽ മുഴുകൂടിയ, തള്ളയാണെങ്കിൽ ഏതോ തന്നെ കൂടെ എവിടേക്കോ ഒളിച്ചോടിപ്പോയി. അപ്പൊ പിന്നെ ആ വീട്ടിലേക്ക് മരുമകനായി കയറി വരുന്നവൻ എത്രക്കാരനായിരിക്കും? കുഴപ്പക്കാരൻ തന്നെ ആയിരിക്കില്ലേ? അയ്യോ അയ്യോ. എനിക്ക് ഉറപ്പാ അമ്മേ, ആ പയ്യൻ നല്ല പയ്യനായിരിക്കും. രത്ന അവൻ പൊന്നുപോലെ നോക്കും. എന്തുപറ്റി? എല്ലാവരുടെയും മോൻ വാടിയിരിക്കുന്നു. കുഞ്ഞി, എന്താ സംഭവം? എന്താണ് എല്ലാവർക്കും എന്നോട് ദേഷ്യം പോലെ? കൊച്ചന്നമ്മ ബ്രോക്കർ, കാര്യം മറച്ചു വെക്കല്, കൈവേദന. മനുഷ്യന് മനസ്സിലാവുന്ന പോലെ പറയാൻ. എന്റെ ഏട്ടാ, കൊച്ചന്റെ ബ്രോക്കറിന്റെ ഫോൺ കോൾ വന്നപ്പോ എന്താ കാര്യമെന്ന് പോലും ഞങ്ങളോട് പറയാതെ ഏട്ടനെ കൈവേദന പോലും വകവെക്കാതെ അമ്മാവനെ കാണാൻ പോയില്ലേ? അത് തന്നെയാ കാര്യം. ഓ, അതാണോ കാര്യം? അതന്നെയാ കാര്യം. അത് അമ്മാവനെ നേരിട്ട് എന്നെ കണ്ട് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യ, ഒരു കല്യാണ കാര്യം. ആരുടെ? നിന്റെ തന്നെ. എന്റെയോ? ആ, എനിക്കിപ്പോ കല്യാണം വേണ്ട ഏട്ടാ. എന്റെ രത്നേച്ചി, ഇവിടെ ആദ്യം ഏട്ടന്റെ കല്യാണേ നടക്കൂ. അങ്ങനെയല്ലേ അന്ന് ജോത്സ്യൻ ജാതകം നോക്കി പറഞ്ഞത്? ആ ജോത്സ്യന്റെ പ്രവചനം ഞാൻ തൽക്കാലത്തേക്ക് അങ്ങ് മറക്കാൻ പോവാ. ഈ വീട്ടുമുറ്റത്ത് ആദ്യം ഉയരാൻ പോകുന്നേ എന്റെ രത്നക്കുട്ടിയുടെ കല്യാണ പന്തലായിരിക്കും. വേണ്ട, ജോത്സ്യം പറഞ്ഞതുപോലെ ഏട്ടന്റെ കല്യാണം ആദ്യം നടന്നാ മതി. മോളെ, അങ്ങനല്ല. എട്ടുപ്രായത്തി പെങ്ങന്മാര് വീട്ടിൽ നിൽക്കുമ്പോ ആങ്ങളന്മാര് കല്യാണം കഴിക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. ഏട്ടാ, അത് വരാൻ പോകുന്ന ബന്ധം നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമാണെന്നാണ് കൊച്ചനെ ചേട്ടത്തി പറഞ്ഞത്. പയ്യൻ എന്താ ഏട്ടാ ജോലി? പയ്യനങ്ങ് ദുബായില, അവിടെ എഞ്ചിനീയർ. അപ്പൊ കല്യാണം കഴിഞ്ഞ ചേച്ചിനെ ദുബായിൽ കൊണ്ടുപോകായിരിക്കും അല്ലേ? പിന്നെ കൊണ്ടുപോകില്ലേ? ചേച്ചി, ചേച്ചി പോയിട്ട് വരുമ്പോ എനിക്കൊരു പെട്ടി ഗൾഫ് മിഠായി കൊണ്ടുവരണേ. അതെ, മിഠായി മാത്രം ആക്കണ്ട, അവിടുന്ന് ഒരു ഒട്ടകത്തെയും കൂടെ കൊണ്ട് കൊടുക്ക. എന്നിട്ട് അതിനെയും കൂടി കറി വെച്ച് തരാം. എന്താ കളിയാകുന്നു നോക്കേട്ടാ. ചേച്ചി അങ്ങനെ ഒരാൾ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മുട്ടായി കിട്ടുമല്ലോ. പിന്നെന്താ കുഴപ്പം? നീ ആണോ ഇവിടെ ഒന്നും ചെയ്തില്ല ചേച്ചിയാ. അടി ഉണ്ടാക്കരുത്. ചുമ്മാതിരിക്കും. നാളെ ആ പയ്യൻ നാട്ടിലെത്തും. നിന്നെ കാണാൻ അവര് വരുന്നുണ്ടാവും. കണ്ടിഷ്ടമായ
എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. അറിയാലോ, മോളുടെ കല്യാണം ഏട്ടന്റെ വലിയ സ്വപ്ന. ഇക്കാര്യം പറയാനാണോ ഏട്ടൻ അമ്മാവനെ കാണാൻ പോയത്? ആ അതെ, അമ്മാവന്റെ അഭിപ്രായം കൂടെ അറിയണമല്ലോ. ആദ്യം എന്റെ അഭിപ്രായമല്ലേ ഏട്ടാ അറിയേണ്ടത്? അമ്മാവനാണോ എന്റെ കല്യാണക്കാര്യം തീരുമാനിക്കേണ്ടത്? അതെ, നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അമ്മാവൻ തന്നെ. അമ്മാവന്റെ വാക്കുകൾ എനിക്ക് അച്ഛന്റെ വാക്കുകളെക്കാളും മുകളില. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ജീവിതം അമ്മാവൻ തന്ന ദാനം. എന്റെ ഉള്ളിൽ ജീവനുള്ളിടത്തോളം കാലം ഞാനത് മറക്കില്ല. അത് മറന്നാ പിന്നെ ഞാനില്ല. രത്ന, നീ ഓർക്കുന്നില്ല മോളെ അന്നത്തെ ആ രാത്രി? നമ്മുടെ അമ്മ ചെയ്ത മഹാപരാധത്തിന്റെ പേരിൽ നാട്ടുകാരെല്ലാം കൂടെ നമ്മളെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിച്ച ആ ദിവസം. തീരുമാനം ഒന്നേ ഉള്ളൂ, ഇവനെ ഇവന്റെ മക്കളെ ഈ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കണം. ഇവന്റെ ഭാര്യ തിരുവാഭരണം മോഷ്ടിച്ചോണ്ട് ഒളിച്ചോടിയെങ്കില് നാളെ ഇവന്റെ പിള്ളേരും എന്തെല്ലാം മോഷ്ടിക്കലെന്ന് ആര് കണ്ടു? ഈ കള്ളക്കൂട്ടങ്ങൾ ഇനി ഇവിടെ വേണ്ട. എല്ലാം ഇവന്റെ കഴിവുകേടാ. അതുകൊണ്ടല്ലേ ഇവന്റെ ഭാര്യ പൂജാരിയോടെ ഒളിച്ചോടിയത്. അതിന് അവൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് ഇവനല്ലെന്ന് ആര് കണ്ടു? എന്തായാലും ആ തിരുവാഭരണം ഇനി കിട്ടാൻ പോണില്ല. അത് ഇവന്റെ കയ്യിൽ നിന്ന് ഈടാക്കാനും പറ്റില്ല. എല്ലാം കൊണ്ട് ദൈവദോഷം ഉണ്ടാക്കിയ ഇവറ്റകളെ ഈ നാട്ടിൽ നിന്ന് തന്നെ തല്ലി ഓടിക്കാൻ വേണ്ടത്. ഇനി അവനെ വിചാരണ ചെയ്തോണ്ടിരിക്കാൻ പറ്റൂല. ഇവിടെ നിന്ന് അടിച്ചോടിച്ചേ പറ്റൂ. ഈ രാത്രി തന്നെ ഇവരെ ഇവിടെ നാട് കടത്തണം. മുതലാളി ഒന്ന് മൂളിയാ മതി, ഇവരെ അടിച്ചോടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഒന്നിനെ ഇവിടെ നിർത്താൻ പാടില്ല, എല്ലാത്തിനും അടിച്ചോടിക്കണം. ഇവർക്ക് ഈ നാട് മുടിച്ചോളെ. ഈ നാടിന് ആവശ്യമാണ്. നിർത്ത്. ശരി, നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അയ്യോ, ഇനി ഇവരെ ഈ നാടിന് വേണ്ട. അതെ വേണ്ട, ഇവനെ ഇവിടെ വേണ്ട. വേളം വെക്കില്ലേ? ഞാൻ ഒന്ന് പറയുന്നത് കേട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞത് കേൾക്ക. ഇനി ഇതുപോലുണ്ടോ എന്ത് ചെയ്യും? ഇവരിവിടെ വേണ്ട. അതെ, അന്നേ പറഞ്ഞല്ലേ ഇവരോട്. ഞാനൊന്ന് പറയുന്നത് കേൾക്ക. എന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. നിർത്ത്. പത്മനാഭൻ എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ. എന്ന് പറഞ്ഞാലും ശരി, ഇവരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കണം. ഇവിടെ വേണ്ട, ഇവിടെ നിങ്ങളെ വേണ്ട. അടിച്ചോടിക്കുന്നു പറഞ്ഞല്ലോ. എന്ത് തെറ്റിന്റെ പുറത്താ ഇവരെ അടിച്ചോടിക്കുന്നു പറയുന്നേ? തിരുവാഭരണം മോഷ്ടിച്ചത് ഇവരാണോ? അല്ലല്ലോ. കട്ടവനെ കിട്ടില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുക. ശങ്കരന്റെ ഭാര്യയും ശാന്തിക്കാരനും തിരുവാഭരണം കൊണ്ട് ഒളിച്ചോടിയതിന് ശങ്കരനും കുഞ്ഞുങ്ങളെ എന്ത് പിഴച്ചു? അവര് മോഷണം മാത്രമല്ല നടത്തിയത്, ഇവരെ ചതിക്കുക കൂടെ ചെയ്തത്. അതെന്താ നിങ്ങൾ ആരും ചിന്തിക്കാത്തത്? ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതിപ്പോ എന്ത് നീതിയാണ് നിങ്ങളിവിടെ നടപ്പിലാക്കാൻ പോണത്? നിരപരാധികളെ ശിക്ഷിക്കുന്നതാണോ നിങ്ങളുടെ ഭാഗത്തുള്ള നീതി? അതെ, ഈ നാട്ടുകാർ പറഞ്ഞതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടെന്ന് ജയദേവ മുതലാളിക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ഇവരെ നാട് കടത്താൻ ആർക്കാണ് അധികാരമുള്ളത്? നമുക്ക് ആർക്കും അധികാരം ഇല്ല. അതൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ ഈ കോടതിയാ. ശങ്കരനും മക്കളും കോടതി പോയാലേ ജയദേവ മുതലാളി ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാരും ജയിലഴിയണ്ണു.